തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടി ആരോഗ്യമന്ത്രി വീണ ജോർജ്. പരാതിയിൽ അടിയന്തരമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർക്കാണ് നിർദ്ദേശം നൽകിയത്. അതേസമയം രോഗിക്ക് വെന്റിലേറ്റർ സഹായം ഉൾപ്പെടെ പരമാവധി ചികിത്സ നൽകിയതായി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വ്യക്തമാക്കി. കൊല്ലം ജില്ലാ ആശുപത്രിയിലായിരുന്ന വേണുവിനെ ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് നവംബർ 1 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. 5 ദിവസം കിടന്നിട്ടും ആൻജിയോഗ്രാം ചെയ്തില്ലെന്നായിരുന്നു ബന്ധുക്കളുടെ ആരോപണം. എന്നാൽ വേണുവിന്റെ ചികിത്സയിൽ ഒരു തരത്തിലുമുള്ള പിഴവോ കാലതാമസമോ ഉണ്ടായിട്ടില്ലെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ CG ജയചന്ദ്രൻ വ്യക്തമാക്കി. ആൻജിയോഗ്രാം ചെയ്യാനുള്ള സമയം കഴിഞ്ഞിരുന്നു. ക്രിയാറ്റിൻ ലെവലിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു. വെന്റിലേറ്റർ സഹായം ഉൾപ്പെടെ പ്രോട്ടോകോൾ പ്രകാരമുള്ള പരമാവധി ചികിത്സ നൽകിയതായും സൂപ്രണ്ട് അറിയിച്ചു. ഈ പ്രസ്തുത പേഷ്യന്റ് 1-ാം തീയതി വൈകുന്നേരം ആണ് ഇവിടെ ചികിത്സ തേടി ഇവിടെ വരുന്നത്. അപ്പോൾ ലോക്കൽ ഹോസ്പിറ്റലിൽ നിന്ന് റെഫർ ചെയ്താണ് വരുന്നത്. അപ്പോൾ പേഷ്യൻ്റ് ഹാർട്ടിൻ്റെ പ്രോബ്ലം ആയിട്ടും പേഷ്യൻറ്റിന് നേരത്തെ സ്ട്രോക്ക് വന്നിട്ടുണ്ട്, പിന്നെ ഡയബറ്റീസ് ഉണ്ട്, പ്രഷറുണ്ട്. ആൻജിയോഗ്രാമിൻ്റെ ഒരു വിഷയമാണ് ഞാൻ വാർത്തയെ കണ്ടത്. ആക്ച്വലി ആൻജിയോഗ്രാമിൻ്റെ ടൈം കഴിഞ്ഞിരുന്നു. പിന്നെ റീനൽ ഫംഗ്ഷൻ ക്രിയാറ്റിൻ കുറച്ച് എലിവേറ്റഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് പിന്നെ ആൻജിയോഗ്രാം ചെയ്യാവുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു. അങ്ങനെ യാതൊരു ചികിത്സാ പിഴവും ഉണ്ടായിട്ടില്ല. കാരണം പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ കൊടുത്തിട്ടുണ്ടെന്ന് കാർഡിയോളജി പ്രൊഫസർമാർ വ്യക്തമായിട്ട് നമുക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അതേസമയം വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും വേണുവിന്റെ കുടുംബം പരാതി നൽകിയിരുന്നു. പരാതിക്ക് പിന്നാലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് സംഭവത്തിൽ ഇടപെട്ട് റിപ്പോർട്ട് തേടി. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പരാതിയിൽ അടിയന്തരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. ഇതിനിടെ ചികിത്സാ പിഴവ് ആരോപിച്ച് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. ആശുപത്രിക്കുള്ളിലേക്ക് അതിക്രമിച്ചു കയറി സംഘർഷാന്തരീക്ഷം സൃഷ്ടിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.